കൊച്ചി വൈറ്റില പാലത്തിൽ സിമന്റ് കട്ട കയറ്റി വന്ന ടെമ്പോ പാലത്തിന്റെ കൈവരിയിലിടിച്ചു. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ വണ്ടാനം സ്വദേശി ജമാലിന് പരിക്കേറ്റു. ഉമേഷിന്റെ വിവരങ്ങളുമായി. ഉമേഷ്, ഈ വാഹനത്തിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ഈ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ എടപ്പള്ളി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ടെമ്പോ, അത് സിമന്റ് കട്ട കയറ്റി വന്ന ടെമ്പോയാണ്. ടെമ്പോ ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് നിയന്ത്രണം വിട്ട് വൈറ്റില പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു എന്ന് മാത്രമല്ല, ഈ വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട്. അത് ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലൂടെ ഒഴുകുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇതേ തുടർന്ന് ഫയർഫോഴ്സ് അടക്കം ഈ സ്ഥലത്തെത്തുകയും ഈ ഡീസൽ വെള്ളമൊഴിച്ച് അത് നിർവീര്യമാക്കുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയുണ്ടായി. ഒപ്പം ആ സമയത്ത് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ തെന്നി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഫയർഫോഴ്സ് അടക്കം ഇടപെട്ട് അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്നത് വണ്ടാനം സ്വദേശി ജമാൽ എന്ന് പറയുന്നയാളാണ്. ഇയാൾക്ക് ഗുരുതര പരിക്കല്ല, പക്ഷെ പരിക്ക് ഏറ്റതിനെ തുടർന്ന് ഇയാളെ വൈറ്റിലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന കാര്യം വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ പുലർച്ചെ ആയതുകൊണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നാണ് സംശയിക്കുന്നത്. ഈ സ്ഥലത്ത് നിന്ന് ഈ വാഹനം നീക്കുന്ന അടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കും. ഡ്രൈവറല്ലാതെ മറ്റാരും വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. ശരി, വ്യക്തമാണ്. കെ. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.